ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ല മഴയാട്ടോ. അപ്പോൾ എനിക്ക് വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ ഇരുട്ടടിക്കുന്നു, കറണ്ടില്ല. പിന്നെ പുറത്തിരിക്കുമ്പം മഴയുടെ സൗണ്ടൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ എനിക്ക് ഒരു മീറ്റിങ്ങിന് പോകണമായിരുന്നു, അപ്പോൾ എൻ്റെ ജോലി സംബന്ധമായിട്ട്. അപ്പോൾ ഞാൻ 1.5 ആഴ്ച എൻ്റെ ഫേസൊക്കെ 1.5 ആഴ്ച അടുത്തായിട്ടുണ്ടാവും. ഫേസൊക്കെ ഒന്ന് സ്ക്രബൊക്കെ ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഒരു പാക്കും കൂടി ഇട്ടിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. അതായത് നമുക്ക് പെട്ടെന്ന് പാർലറൊന്നും പോകാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നമ്മുടെ വീട്ടിലെ 2-3 സാധനം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആദ്യം ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ബ്രൂ കോഫീൻ്റെ ഒരു പാക്കറ്റാണ്. പിന്നെ ഒരു തക്കാളിയുടെ ഒരു ഹാഫ്. പിന്നെ പഞ്ചസാരയിൽ ഞാനുണ്ടല്ലോ ഈ അരഭാഗത്തിൻ്റെ ഒരു കഷ്ണം ഇതിനകത്തേക്ക് ഒഴിച്ച് വെച്ചതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട് അതിങ്ങനെ അതെന്ത് എങ്ങനെ ചെയ്തതെന്നറിയോ? നമ്മളിപ്പോൾ ഈ പഞ്ചസാര തരികൾ ഇങ്ങനെ ക്രിസ്റ്റൽ രൂപത്തിലല്ലേ. അപ്പോൾ നമ്മൾ ഫേസിൽ ഇത് ചെയ്യുമ്പോൾ എന്താ പറയണ്ടേ, ഒരു സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി 2 മിനിറ്റ് ഒരു മിനിറ്റെങ്കിലും നമ്മളിതിങ്ങനെ മെൽറ്റ് ആവുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ വലിയ സ്ക്രാച്ച് ഒന്നും ഫേസിൽ ഉണ്ടാവില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ക്ലെൻസിങ് അല്ലേ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാം. ക്ലെൻസ് ചെയ്യാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. എൻ്റെ നല്ല അടിപൊളി സോപ്പുണ്ട്, നല്ല ഗ്ലിസറിനൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായി കഴുകി നീറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഫേസ് കഴുകിയപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ വന്നൊരു ചേഞ്ച് കണ്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രബിങ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കുളി കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ എൻ്റെ ഡ്രസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മുടിയൊന്ന് കെട്ടി വെക്കുന്നുണ്ട്, ശല്യം ഇല്ലാതിരിക്കുമല്ലോ. വലിയ കഴുത്തുള്ള ഇതൊന്നും അല്ല കേട്ടോ ഇട്ടേക്കുന്നത്. ഇതൊന്നും ഇട്ട ഡ്രസ്സിന് മാറാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ്. മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് ഡ്രസ്സൊക്കെ. ഇത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഫസ്റ്റില്ലേ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാര ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് റൗണ്ടിൽ, അതായത് നമ്മൾ താഴോട്ട് ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്. സ്ക്രബായാലും ഫേഷ്യൽ എന്തായിട്ടുണ്ടെങ്കിലും നമ്മൾ താഴോട്ട് ചെയ്യരുത്. അതായത് റൗണ്ട് മസാജ് കൊടുക്കണം കേട്ടോ. ഇതെങ്ങനെ കാണുന്നുണ്ടോ, ഇങ്ങനെ എല്ലായിട്ട് റൗണ്ട്. അതായത് നമ്മൾ താഴോട്ട് ഒരിക്കലും കൊടുക്കുക. നമ്മുടെ ഈ ഫേസ് സാഗ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് താഴോട്ട്. അപ്പോൾ നന്നായിട്ട് ഉണ്ടോ, ഒരുപാട് അമർത്തി കൊടുക്കണ്ട. നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുന്ന രീതിയിലൊന്നും വേണ്ട, നമുക്കറിയാലോ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഭാഗങ്ങളുണ്ടോ, പിന്നെ ചുണ്ടിനും കൊടുക്കുന്ന പ്രശ്നമുണ്ടോ കേട്ടോ. ചുണ്ടൊക്കെ ഇങ്ങനെ വരണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ തക്കാളി ആയതുകൊണ്ട് ഞാൻ ചുണ്ടിന് കൊടുത്തത്. നല്ല പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന പേക്കും കാര്യങ്ങളൊക്കെ ചുണ്ടിനൊന്നും ഇടാൻ നോക്കണ്ട. അത് കണ്ണിനും അതേപോലെ കേട്ടോ. കണ്ണിന് ഇത്രയും ഭാഗം അവോയ്ഡ് ചെയ്യണേ. പിന്നെ എന്താ, മൂക്കിൻ്റെ ഈ ഒരു സൈഡ് ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇന്ന് ഇവിടെ പിന്നും ചെയ്യുവാണ്. അതേപോലെ ഈ ഒരു ഭാഗം കണ്ടോ, നന്നായിട്ട് റൗണ്ട് മസാജ്. അതിൽ നമുക്ക് 2-3 മിനിറ്റ് ഇത് ചെയ്യാം കേട്ടോ. ഒരുപാട് സമയം ചെയ്യരുത്, നമ്മുടെ നല്ല മധുരമുണ്ട്. ഇങ്ങനെ ചെയ്യാതെ നന്നായിട്ട് റൗണ്ട് മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാവേ. ഞാൻ സ്ക്രബൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ പാക്ക്. അപ്പം ഞാൻ ബ്രൂ ഇതിലേക്ക് ഇടുക. അപ്പോൾ ആവശ്യത്തിന് എടുക്കാൻ മതി. ഞാൻ 5 രൂപയുടെ പാക്കാണ് മേടിച്ചത്. 5 രൂപയുടെ 2 എണ്ണം. പാക്കെല്ലാം കഴിഞ്ഞിട്ട് ചായ വെച്ച് കുടിക്കാം, കാപ്പി വെച്ച് കുടിക്കാം. ഇത് തക്കാളി തന്നെ, തക്കാളി നീര്
ആഡ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് മുന്നേ ഞാനിതൊന്ന് ചെയ്യട്ടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്ത് പാക്കും സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തും കൂടെ ഒന്ന് അത് ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ കഴുത്തിനും ചെയ്തതായിരിക്കും. ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് കഴുത്തിന് ചെയ്യാത്തത്. അപ്പം ഞാൻ എന്താ തേച്ച് പിടിപ്പിക്കാൻ ഇതിൻ്റെ കാര്യം മറന്നുപോയി കേട്ടോ. ബ്രഷ് കിട്ടും കേട്ടോ. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കട്ടിക്കിടുന്നില്ല ഈ സംഭവങ്ങൾ. അന്നേരം ഒരു ബ്രഷ് കിട്ടും നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. കൈ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, വീട്ടിൽ ചെന്നൊക്കെ ഇതൊക്കെ മതി. തേച്ച് പിടിപ്പിക്കാതെ ഞാൻ ഹെയറിലൊന്നും ആവാതെ നോക്കുന്നതാണ് ഇത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എന്ത് പേക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും മിണ്ടാതിരുന്നോണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വലിഞ്ഞ് മുറുകി കഴിയുമ്പോണ്ടല്ലോ ചുളിവ് വരും സംസാരിക്കുമ്പോൾ. ഇത് ഉണങ്ങുന്നതനുസരിച്ച് മിണ്ടാതിരുന്നോണം. ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നത്, ഇതില്ലേ, ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഈ കൂട്ട് ഇടുവേ. ചെറുതായിട്ട് കഴിച്ചിട്ടേക്കാല്ലേ, നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ പോരെ. ഇവിടെയും കൂടി ഇട്ടേ. പിന്നെ ഇത് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഫാനിൻ്റെ ചൂടിലൊന്നും പോയിരിക്കരുതേ, ഇങ്ങനെ ഇരുന്ന് തന്നെ ഉണങ്ങണം. ഇതൊന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. ബാക്കി വന്നത് തക്കാളിയുടെ പീസ് ഉണ്ടല്ലോ, കൈക്കൊക്കെ ഞാനൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വെറുതെ കളയണ്ടല്ലോ. ഞാൻ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയേ. ഇതുണ്ടോ, ഉണങ്ങുന്നില്ല, അതിങ്ങനെ സ്റ്റിക്കാവുന്നുണ്ട്. അപ്പോൾ എനിക്കിനി സമയമില്ല, അത് കുറേ സമയം വെക്കാൻ സമയമില്ല. ഞാൻ വിചാരിക്കുന്നത് ഇവിടുന്ന് തന്നെ നിങ്ങളെ തുടച്ച് കാണിക്കാനാണ് ഇതിനെ. നമ്മൾ ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണേ. മൊത്തത്തിലൊന്ന് വെറ്റ് ചെയ്യുമ്പോൾ വലിച്ചിരുന്ന് മാറും. എന്ത് സാധനമായിട്ട് നമ്മൾ ആദ്യമേ കൊണ്ടിങ്ങനെ ഉറയ്ക്കാൻ നിൽക്കുന്നത്. അപ്പം നല്ല വെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫേഷ്യൽ ടിഷ്യൂ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, മഴക്കാറാണ് മൊത്തം, അപ്പോൾ ഒരു ക്ലിയർ ആയിരുന്നില്ല. ഇതുണ്ടോ, മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലാവുന്നില്ലേ നല്ലൊരു ചേഞ്ച്? ഞാനൊരു ഫിൽറ്റർ ഞാനിതൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമതുണ്ടല്ലോ നേരത്തേക്കാളും ഇരുട്ടായി, നല്ല മഴയായി. ഇപ്പം ഞാനിപ്പോൾ ചെയ്തു പോയത് കൊണ്ട് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഉണ്ടോ ഒരു മാറ്റം ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, മനസ്സിലാവുന്നില്ലേ? മാറ്റൂല്ലേ? ഞാൻ ഒന്നും കൂടെ വൃത്തിക്ക് ഫേസ് കഴുകിയിട്ട് വരാമേ. ഇനി ഞാൻ കഴുകി ഡ്രസ്സും കൂടി ചെയ്തിട്ട് വരാം. എനിക്ക് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് നല്ല ചേഞ്ച് തോന്നുന്നുണ്ടേ. നിങ്ങളെങ്ങനെ ഇത് കാണിക്കുന്നേ? മഴ അതാ അപ്പോൾ ഫൈനൽ ലുക്ക് എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ്. അവിടുന്ന് തിരക്കായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം അടുത്ത വീഡിയോസായിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റാ.